ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ക്യാപ്കട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്ലിപ്പ് കൂടെ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു എഫക്റ്റാണ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. അതിനായിട്ട് ആദ്യം തന്നെ എഫക്റ്റിൽ പോവുക. പിന്നെ വീഡിയോ എഫക്റ്റ് എടുക്കുക. അതിൽ മോഷൻ കാണാനായിട്ട് പറ്റും. അതിൽ ഒരു സെക്കൻഡ് എഫക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലർ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിലപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു റിവ്യൂവിൽ വരണ ഈ ഒരു ബ്ലറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റിലൊരു കീ ഫ്രെയിമും ലാസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു കീ ഫ്രെയിം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് കീ ഫ്രെയിം 0 ആക്കുക. ഫസ്റ്റ് ഏകദേശം ഒരു അതിൽ കിട്ടുന്ന റേഷ്യോയിൽ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഓവർലേ ആണ് ആഡ് ചെയ്യാനുള്ളത്. ഇതിനായിട്ട് ഓവർലേയിൽ പോയതിനു ശേഷം നമ്മളൊരു ഓവർലേ ആഡ് ചെയ്യാറുണ്ട്. ഈ ഒരു ഓവർലേ നമ്മൾ യൂട്യൂബിൽ ഇങ്ക് സ്പ്ലാഷ് ഓവർലേ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ആയവർക്കും കിട്ടും. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ജോയിൻ ആവാം. ഈ ഒരു ഓവർലേ ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഓവർലേയിൽ സ്പ്ലൈസിൽ സ്ലൈഡാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്കൊരു യെല്ലോ ഗ്ലോ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഗ്ലോ ആഡ് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റിൽ ഫിൽറ്റേഴ്സ് ഒന്ന് ഓപ്പൺ ആക്കുക. അതിൽ മൂഡി ഫാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിൽറ്റർ ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്യുക. ഫിൽറ്റർ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോയുടെ ഒരു ക്ലാരിറ്റി അതേപോലെ ബ്രൈറ്റ്നസ്സിനൊക്കെ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റിൽ ചില കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ അഡ്ജസ്റ്റിലും വീഡിയോയുടെ എക്സ്പോസർ അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഗൈസ്, അപ്പോൾ ഫിൽറ്ററും അഡ്ജസ്റ്റും അങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു വീഡിയോ ഫൈനലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഈ ഒരു വീഡിയോ ഉണ്ടാവുക. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള മലയാളം എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.